ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമിയോട്ടിക്സ് ആൻഡ് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സേയാണ്. ഗിൽബർട്ട് ഹാർമൻ ആൻഡ് മെറ്റോളൻ്റെ രണ്ടുപേരും കൂടിയിട്ട്. സോ നമുക്ക് പഠിക്കാനുള്ള സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്റ്റഡി ഓഫ് സൈൻസ്, സിമ്പിൾസ് ആൻഡ് മീനിങ്സ്. ഒരു സൈൻ എന്താണ് ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി, ആ ഒരു സംഭവങ്ങളുടെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് സെമിയോട്ടിക്സ്. അത് സിനിമയിൽ എങ്ങനെയാണ് മീനിങ് കൺവേ ആവണത്, നറേറ്റീവ് എലമെൻറ്റ് കൺവേ ആവണത് എന്നുള്ളത് കുറിച്ചിട്ടാണ് നമ്മൾ ക്രിസ്ത്യൻ മെറ്റ്സും പീറ്റർ വോളനും ഈ സംഭവത്തെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സെമിയോട്ടിക്സ് സ്റ്റഡി ഓഫ് സൈൻസ്, സിമ്പിൾ ആൻഡ് മീനിങ് മേക്കിംഗ് പ്രോഗ്രസ് ഇൻ സിനിമ. സിനിമയിലുള്ള മീനിങ് മേക്കിംഗ് പ്രോഗ്രസ്, സൈന്, സിമ്പിളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. സെമിയോട്ടിക്സ് ഹെൽപ്സ് ടു അനലൈസ് ഹൗ ഫിലിം കൺവേ മീനിങ് ത്രൂ വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് നറേറ്റീവ് എലമെൻറ്റ്. നറേറ്റീവ് എലമെൻറ്റുകൾ വഴി, പല പല വിഷ്വൽ എലമെൻറ്റ് വഴി എങ്ങനെയൊക്കെയാണ് സിനിമ കൺവേ ആവുന്നത് എന്നുള്ളത് കാണിക്കുന്ന സംഭവമാണ് ഈ ഒരു സെമിയോട്ടിക്സിലുള്ളത്. ഈസ്റ്റൻ മെറ്റ്സ് ആൻഡ് പീറ്റർ വോളൻ ആർ ടു മേജർ തിയറിസ്റ്റ് ഹു അപ്ലൈഡ് സെമിയോട്ടിക് പ്രിൻസിപ്പിൾസ് ടു ഫിലിം സ്റ്റഡീസ്. ഇവർ രണ്ടുപേരുമാണ് ഈ സെമിയോട്ടിക്സിനെ സിനിമയുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള രണ്ടാളുകളുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഒരു ദാരിദ്ര്യമുള്ളൊരു വീട് കാണിക്കണമെങ്കിൽ നമുക്ക് വളരെ ഒറ്റ ഷോട്ടിൽ നമുക്ക് കാണിക്കാൻ പറ്റും ദാരിദ്ര്യമുള്ളത്. സോ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ഒരു ഷോട്ടിന് മീനിങ് ഉണ്ടാക്കുന്നത്, അതാണ് സെമിയോട്ടിക്സും സിനിമയിലും പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതിലുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെമിയോട്ടിക് സ്റ്റഡീസ് ഓഫ് ഫിലിം കമ്മ്യൂണിക്കേറ്റ് മീനിങ്. എങ്ങനെയാണ് സിനിമ മീനിങ് ഉണ്ടാക്കുന്നത്? സിമ്പൽ ഉപയോഗിച്ചിട്ട്, കോഡ് ഉപയോഗിച്ചിട്ട്, ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്. അതാണ് നമ്മളിൽ പഠിക്കാനുള്ളത്. ഫെർഡിനാൻഡ് ഡി സോഷ്യറിൻ്റെ ലിംഗ്വിസ്റ്റിക് തിയറി, അതാണ് ഇതിനകത്ത്. സിഗ്നിഫയർ, സിഗ്നിഫൈഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫോം, മീനിങ്. സിഗ്നിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം, സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ എന്നുള്ള ലിറ്ററൽ മീനിങ്. സോ അതെങ്ങനെ, അതുപോലത്തെ സംഭവമാണ് ഇതിനകത്തും പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ സൈൻ ക്ലാരിഫിക്കേഷൻ, റെസംബിൾസ് റിയാലിറ്റി, കാഷ്വൽ കണക്ഷൻ. അത് ആവശ്യമില്ല. സിനിമ ആസ് എ ലാംഗ്വേജ്. സിനിമ എന്ന് പറഞ്ഞത് എന്ത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ ലാംഗ്വേജ് എങ്ങനെയൊക്കെ സ്ട്രക്ചേർഡ് ആണ്? ഓക്കെ, വേർഡ്, സെൻറ്റൻസ്, അതെങ്ങനെയാണ് മീനിങ് ഉണ്ടാക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സയൻസ് ഇൻ ഫിലിം ഫംഗ്ഷൻ ഡിഫറെൻ്റ്ലി ഫ്രം റിട്ടൺ ലാംഗ്വേജ്. ഇവർ പറയുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇതാണ്. സിനിമയിലുള്ള സൈനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ലാംഗ്വേജിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഫിലിംസ് ആർ മോർ ഫ്ലൂയിഡ്, റിലൈങ് ഓൺ ഇമേജസ്. കാരണം വാക്കുകളെക്കാട്ടും ശക്തിയുണ്ട് വിഷ്വൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക്. അപ്പോൾ നിങ്ങളൊരു സംഭവം കണ്ടിട്ടുണ്ട് നേരിട്ട് വെച്ചോ, ഞാൻ എത്ര പറഞ്ഞു തരണേക്കാട്ടിലും നിങ്ങൾക്ക് കണ്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓർമ്മ നിൽക്കുക, അല്ലേ? സോ അതാ പറഞ്ഞില്ലേ, സിനിമയിലുള്ള മീനിങ് സൈനുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത് പോലെയല്ല റിട്ടൺ ലാംഗ്വേജിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. സൗണ്ട്, മൊമെൻറ്റ്, എഡിറ്റിംഗ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ക്രിസ്ത്യൻ മെറ്റ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഇതിനകത്ത് പറയുന്നത്. മെറ്റ്സ് ഡെവലപ്പ് ദി ഐഡിയ ഓഫ് ഗ്രാൻഡ് സിൻടാഗ്മാറ്റിക്. ഗ്രാൻഡ് സിൻടാഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡിറ്റിംഗ് കോഡാണ്. ഓക്കെ, അതായത് കുറേ എഡിറ്റിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണ്. അത് ആണ് ഫിലിമിന് മീനിങ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ ഗ്രാൻഡ് സിൻടാഗ്മാറ്റിക് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മെറ്റ്സ് ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ്. അതായത് എങ്ങനെയാണ് സിനിമയിൽ മീനിങ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് അയാൾ നൽകിയിട്ടുള്ള ഒരു കോഡുകളാണ്, എഡിറ്റിങ്ങിൻ്റെ പല കോഡുകൾ. ഓക്കെ, അതിനെയാണ് ഗ്രാൻഡ് സിൻടാഗ്മാറ്റിക് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. ഓക്കെ, ചിലപ്പോൾ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ ക്രിസ്ത്യൻ മെറ്റ്സ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സിസ്റ്റം ഓഫ് റൂൾസ് ഫോർ എഡിറ്റിംഗ് ഇൻ ഫിലിം മേക്കിംഗ്. ആൻഡ് ഫിലിം മേക്കിംഗ് മാത്രമല്ല, ആൻഡ് ദ മീനിങ് ഓൾസോ ദ ഫിലിം മേക്കിംഗ് മീനിങ്. ഓക്കെ, പിന്നെ ഉള്ളത് ഡിനോട്ടേഷൻ, കൊണോട്ടേഷൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഡിനോട്ടേഷൻ? പോയട്രിയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, വരികളിലൊരർത്ഥമുണ്ട്, വരികളുടെ ഉള്ളിലൊരർത്ഥമുണ്ട്. ഓക്കെ, ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരികളുടെ അർത്ഥമാണ്. ഓക്കെ, ഇപ്പോൾ നിന്നെ കാണാൻ ഒരു റോസ് പോലെയാണ്, റോസ് പൂ പോലെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാണുമ്പോൾ ഒരു റോസ് പൂവിൻ്റെ പോലെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതിൻ്റെ സിംബോളിക് മീനിങ്, കൊണോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത്രയും ഭംഗിയുള്ള ഒരു വ്യക്തിയാണ്. കാണുമ്പോൾ നമുക്ക് റോസ് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുണ്ട്, ചെറിയ ലൈറ്റ് ഫെദറാണ്, അതല്ലല്ലോ അതിൻ്റെ മീനിങ്. സോ അതിനാണ് ഡിനോട്ടേഷൻ, കൊണോട്ടേഷൻ. ഇതൊക്കെ ഇയാളുടെ കോൺട്രിബ്യൂഷനാണ് ഇതിനകത്ത്. അതുപോലെ അപ്പുറത്ത് വേറെ മറ്റാളുടെ കോൺട്രിബ്യൂഷനും വരുന്നുണ്ട്. പിന്നെ സിനിമാറ്റിക് കോഡ്സ് ഇൻഫ്ലുവൻസ് ഓഡിയൻസ് ഇൻ്റർപ്രിട്ടേഷൻ. അവർ പറഞ്ഞ വേറൊരു കാര്യമാണ്, സിനിമയുടെ കോഡുകളാണ് ഓഡിയൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു കാര്യം. അതായത് ഓഡിയൻസ് എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് നമുക്ക് സിനിമയിൽ ഈ കോഡ് വഴി തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ഈ സിനിമയിൽ ഈ കോഡ്, ഈ എഡിറ്റിംഗ് കോഡ്, ഗ്രാൻഡ് സിൻടാഗ്മാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എങ്ങനെ എഡിറ്റ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് നിർത്തണം, എന്ത് സൈൻ എന്ത് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളത് ശരിയാക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ഓഡിയൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫിലിം ആസ് എൻ എനൺസിയേറ്റീവ് സിസ്റ്റം. ഓക്കെ, അതായത് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ, എഡിറ്റിംഗ്, മിസൈൻ, സീൻ ആൻഡ് അതേപോലെ സ്പീച്ച്, ഇതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷനാണ്. എനൺസിയേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സിൻടാഗംസ് ഓർഗനൈസ് ഫിലിം നറേറ്റീവ്. അതായത് മെറ്റ്സ് കാറ്റഗറൈസ് ഫിലിം സീക്വൻസസ്, പാരലൽ എഡിറ്റിംഗ്, നറേറ്റീവ് സീക്വൻസ് ദാറ്റ് സ്ട്രക്ചർ സ്റ്റോറി ടെല്ലിംഗ്. സിൻടാഗംസ് ഓർഗനൈസ് ഫിലിം നറേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ
ഫിലിമിൻ്റെ നറേഷനിൽ ഒരു ഓർഗനൈസേഷൻ വേണം, ഒരു സ്ട്രക്ചർ വേണം. അതിന് ഇയാൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ പാരലൽ എഡിറ്റിംഗ്, നറേറ്റീവ് സീക്വൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അറിഞ്ഞിരുന്നാൽ മതി, ഒന്നുമില്ല, എല്ലാവരും ഓർഡറിൽ ഇയാൾ തന്നെ ഉണ്ടാക്കിയൊരു ഓർഡറാണത്. ഓക്കെ, എന്നാലാണ് നമുക്ക് മീനിങ് കൺവേ ചെയ്യണത് ശരിയാകുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഉള്ളത് പീറ്റർ വോളൻ, മറ്റയാളുടെ കോൺട്രിബ്യൂഷനാണ്. വോളൻ അപ്ലൈ സെമിയോട്ടിക്സ് ടു ഓറ്റർ തിയറി. നമ്മൾ പറഞ്ഞില്ലേ ഓറ്റർ തിയറി പഠിച്ചിട്ടുണ്ട്. ഓതറിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു തിയറിയാണ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റ് ഡിസ്റ്റിങ്ക്യൂഷ് സിഗ്നേച്ചർ ത്രൂ റെക്കോർഡിംഗ്, വിഷ്വൽ ആൻഡ് തിമാറ്റിക് എലമെൻറ്റ്. ഓരോ ഓതറുകൾ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈനുകൾ, എന്താ പറയുക, സിമ്പലുകൾ ഉണ്ടാക്കുന്നത്, സെമിയോട്ടിക്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇയാൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ അത് മറ്റാളുടെ സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ലിജോ ജോസഫ് പല്ലിശ്ശേരിയുടെ സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ്റെ സ്റ്റൈലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. സോ സെമിയോട്ടിക്സ് എങ്ങനെയാണ് ഓതേഴ്സിൽ വർക്ക് ചെയ്യണമെന്നാണ് ഇയാൾ കണ്ടുപിടിച്ചത്. പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് സയൻസ് ആണ്. ഫിലിമിൽ ഒരുപാട് കോഡുകളുണ്ട്. ഓക്കെ, സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പലുകൾ, അതുമാണ് മീനിങ് ഉണ്ടാക്കുന്നത്. കളറ്, സ്പേസ്, ക്യാമറ മൂവ്മെൻറ്റ്, ഇതൊക്കെ ഓരോ മീനിങ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ബൈനറി ഒപ്പോസിഷൻസ് ഇൻ ഫിലിം നറേറ്റീവ്, അതായത് ഫിലിമിൽ ഒരുപാട് ബൈനറി ഒപ്പോസിഷൻസ് നടക്കും. ഓക്കെ, ബൈനറി ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്, ഡാർക്ക്, ഗുഡ്, ഈവിൾ, അങ്ങനെയുള്ള പല പല ബൈനറികളുടെ ഓപ്പോസിറ്റുകൾ നമുക്ക് സിനിമയിൽ കാണിക്കാൻ പറ്റും. അതൊക്കെ ഒരു മീനിങ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നല്ലൊരാളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു ചീത്ത ആളെ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഒരു നല്ലൊരു സ്ത്രീയെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു ചീത്ത സ്ത്രീയെ കൊണ്ടുവന്നാൽ മതി. നമുക്ക് തനിയെ മനസ്സിലാവും അപ്പുറത്തുള്ള സ്ത്രീ നല്ലതാണെന്ന്. സോ ഇതൊക്കെ മീനിങ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഹോളിവുഡ് വേഴ്സസ് അവാൻഗാർഡ് സിനിമ. പിന്നെ ആൾ കമ്പയർ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഹോളിവുഡിനെയും അവാൻഗാർഡ്. അവാൻഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ഫിലിംസാണ്, എക്സ്പെരിമെൻ്റൽ സിനിമകളാണ് അവാൻഗാർഡ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹോളിവുഡിൽ നമ്മൾ പറഞ്ഞു ഒരു ഹീറോ ആരാധനയുള്ള സിനിമകളാണ്. അവാൻഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവർക്ക് തിയേറ്ററിൽ ഹിറ്റ് ആവണമെന്നില്ല, പക്ഷേ ആ സിനിമ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, സോ അതിനൊരു കമ്പാരിസൺ ആൾ കൊണ്ടുവരുന്നുണ്ട്. ദെൻ വോളൻ ലിങ്ക്ഡ് സെമിയോട്ടിക്സ് ടു പൊളിറ്റിക്കൽ ഐഡിയോളജി. ഓക്കെ, അതുപോലെ തന്നെ ഫിലിം എങ്ങനെയാണ് ഒരാളെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഷേപ്പ് ചെയ്യാൻ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇയാൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സിനിമയിൽ ഒരു രാഷ്ട്രീയമുണ്ട്, സിനിമയിലൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി കൊണ്ടുവരാൻ പറ്റും, അതും ഒരു മീനിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സെമിയോട്ടിക്സ് വഴിയിട്ടുള്ളത്. പിന്നെ ഇതിൽ പറഞ്ഞൊരു സംഭവമാണ് മോഡേൺ ഫിലിം തിയറിയിൽ എങ്ങനെയാണ് സെമിയോട്ടിക്സ് വന്നിട്ടുള്ളതെന്ന്. പോസ്റ്റ് മോഡേൺ സിനിമ ഡിസ്ട്രപ്സ് ട്രഡീഷണൽ സയൻസ് സ്ട്രക്ചേഴ്സ്. എന്നിട്ട് ആൾ പറയുകയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള സിനിമകൾ പഴയ സയൻസ് സ്ട്രക്ചറുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. റിയലിസം വേഴ്സസ് സിംബോളിസം ഇൻ സെമിയോട്ടിക്സ്. ആൾ പറഞ്ഞിട്ടുള്ള വേറെ സംഭവം എന്താണ്, റിയലിസ്റ്റ് ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും എന്താ പറയുക അറിയാൻ പറ്റും, നാച്ചുറൽ കണക്ഷനുള്ള സൈനുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ സിംബോളിക് ഫിലിംസ് എപ്പോഴും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, റിയലിസത്തിൽ നമുക്ക് അറിയാം, കാണുന്നത് തന്നെയാണ് സത്യം എന്നുള്ളത്. പക്ഷേ സിംബോളിസം അങ്ങനെയല്ല, സിംബലൈസ് ചെയ്യണം, അത് അങ്ങനെ ആകാം എന്ന് കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് കൺവേ ചെയ്യണതിൽ ചിലപ്പോൾ മീനിങ് കംപ്ലീറ്റ്ലി കിട്ടണമെന്നില്ല. പിന്നെ ഡിജിറ്റൽ ക്യാമറ ആൻഡ് സെമിയോട്ടിക്സ്, പുതിയ ടെക്നോളജികൾ സെമിയോട്ടിക്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു. CGI, ഈ അനിമേഷൻ, ട്രഡീഷണൽ സിസ്റ്റം സ്കിൽസ്, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതും ഒരു സെമിയോട്ടിക്സ് മോഡേൺ തിയറിയിൽ വരുന്ന ഒരു ചേഞ്ചാണ്. ഓഡിയൻസ് ഇൻ്റർപ്രിട്ടേഷൻ. ഓക്കെ, മീനിങ് ഈസ് ഷേപ്ഡ് ബൈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്. ഓരോ ഓഡിയൻസിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് മീനിങ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോ ആളുകളും സിനിമ കാണുന്ന ഡിഫറെൻ്റ് ആസ്പെക്റ്റിലാണ്. ഓരോ തട്ടിലുള്ള ആളുകളും, ഓരോ ജാതി, മതം, അതുപോലെ തന്നെ ഹൈ ക്ലാസ്, ലോ ക്ലാസ്, പോർ ക്ലാസ്, ഓരോ ആളുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓഡിയൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെയാണ്, ഓരോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് മാറിക്കൊണ്ട് ഇരിക്കും. ദെൻ സെമിയോട്ടിക്സ് കണ്ടിന്യൂ ടു ഇവോൾവ്. സെമിയോട്ടിക്സ് ഒരിക്കലും പഴയ കാലത്തുള്ളൊരു റൂൾ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കില്ല. അത് ഓരോ മീഡിയ തിയറികൾ പുതിയ കാലം കഴിയുന്നതോറും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഇയാൾ ഇതിന് കൺക്ലൂഷൻ കൊണ്ടുവരുന്നത്. ക്രിസ്ത്യൻ മെറ്റ്സ് ആൻഡ് പീറ്റർ വോളൻ റെവല്യൂഷണറി ഫിലിം സ്റ്റഡീസ് ബൈ അപ്ലൈയിങ് സെമിയോട്ടിക് തിയറി ടു സിനിമ. സെമിയോട്ടിക് തിയറിയെ സിനിമയിൽ കൊണ്ടുവന്നിട്ടാണ് അവർ ഒരു റെവല്യൂഷണറി തിയറി കൊണ്ടുവന്നത്. ദിസ് വർക്ക് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ഫിലിംസ് കൺസ്ട്രക്ട് മീനിങ് ത്രൂ വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് നറേറ്റീവ് സയൻസ്. സോ ഈ ഒരു സിനിമ മീനിങ് കൺവേ ചെയ്യാനും അതുപോലെ തന്നെ നറേറ്റീവ് സൈനുകൾ കൊണ്ടുവരാനും എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത്, ഒരു മീനിങ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് സിനിമയിൽ സിമ്പൽ വഴി. ഓക്കെ, എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.